ഹായ് ഫ്രണ്ട്സ്, വയനാട് രക്ഷാദൗത്യം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് വയനാടിനെ പുനർനിർമ്മിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും മുണ്ടക്കൈ, ചൂരൽമല ഗ്രാമങ്ങളെ പുനർനിർമ്മിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സുതാര്യമായിരിക്കണം 100%. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ളവർ കേരളത്തിന് വേണ്ടി പണം അയക്കുമ്പോൾ അതെങ്ങനെ ചിലവഴിച്ചു എന്നറിയാനുള്ള ധാർമ്മികമായ അവകാശം അവർക്കുണ്ട്. ഇന്നലെ ശ്രീമാൻ അഖിൽ മാരാർ ഒരു വീഡിയോയിലൂടെ ആരോപിക്കുന്നു, കോവിഡ് കാലത്തെ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗം സുതാര്യമല്ല. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണം, ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 81.4 കോടി രൂപ KSFEക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ നൽകി എന്നുള്ളതാണ്. വിവരാവകാശ രേഖപ്രകാരം പറയുന്നതാണ്. അതെന്തിനാണ് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് KSFEക്ക് പണം അനുവദിക്കുന്നത്? അത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. തീർച്ചയായിട്ടും അഖിൽ മാരാറിന്റെ രാഷ്ട്രീയ താല്പര്യം എന്തോ ആയിക്കോട്ടെ, ചോദ്യം ശരിയല്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എന്തിനാണ് KSFEക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ പണം അനുവദിച്ചത്? തീർച്ചയായും ഉത്തരം പറയേണ്ടത് തന്നെയാണ്. കാരണം പണം നൽകുന്നവർക്ക് അതെങ്ങനെ ചെലവഴിച്ചു എന്നറിയാനുള്ള അവകാശമുണ്ട്. വയനാടിന്റെ കാര്യത്തിലാണ് നമുക്കറിയാം, എല്ലാവരും കൈമൈ മറന്ന് സംഭാവനകൾ നൽകുകയാണ്. അപ്പോൾ എത്ര പണം ലഭിച്ചു, എവിടെ നിന്ന് ലഭിച്ചു, അതെങ്ങനെ ചെലവഴിച്ചു, എങ്ങനെ ചെലവഴിക്കുവാൻ പോകുന്നു, ഇക്കാര്യമൊക്കെ അറിയുവാനുള്ള ധാർമ്മികമായ അവകാശം പൊതുജനങ്ങൾക്കുണ്ട്, പണം നൽകിയവർക്ക് പ്രത്യേകിച്ചുമുണ്ട്. അതിന് കൃത്യമായ കണക്കുകൾ ഈ ഗവൺമെന്റ് അവതരിപ്പിക്കുമെന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.